നമസ്കാരം. നമ്മളൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണല്ലോ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ശൃംഖല. ലോകത്തെവിടെയും ഇന്റർനെറ്റ് എത്തിക്കുന്ന ആയിരക്കണക്കിന് സാറ്റലൈറ്റുകൾ അടങ്ങുന്ന ആ വമ്പൻ പദ്ധതി. എന്നാൽ ഈ സാറ്റലൈറ്റുകളെ ബഹിരാകാശത്ത് വെച്ച് തന്നെ കരിയിച്ചു കളയാൻ പറ്റുന്ന ഒരു പുതിയ ആയുധവുമായി ചൈന വന്നിരിക്കുകയാണ്. വെറുതെ ഡയലോഗ് അടിച്ച് പേടിപ്പിക്കുകയല്ല, കൃത്യമായ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച ഒരു മൈക്രോവേവ് പീരങ്കിയാണിത്. TPG-1000CS എന്നാണ് ഈ ആയുധത്തിന് ചൈന പേരിട്ടിരിക്കുന്നത്. ഈ ആയുധത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇതിനെ സ്റ്റാർലിങ്ക് കില്ലർ എന്ന് വിളിക്കുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ സാധനം എന്ന് പറയാം. വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഷിയാനിലുള്ള ന്യൂക്ലിയർ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് വികസിപ്പിച്ചത്. ഇതിന്റെ പേര് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, TPG-1000CS. പക്ഷേ ഇതിന്റെ പ്രവർത്തനം ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മൈക്രോവേവ് ഓവൻ ഭക്ഷണം ചൂടാക്കുന്നത് പോലെയാണിത്. പക്ഷെ ഇതിന്റെ ചൂടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ചൂടാണ്. 20 ജിഗാവാട്ട് ഊർജ്ജമാണ് ഇതിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക, അതും തുടർച്ചയായി 1 മിനിറ്റോളം സമയം. ഇതിനു മുമ്പും ഇത്തരം ആയുധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡ്രോണുകളെയൊക്കെ കരിയിച്ചു കളയുന്ന ആയുധങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ സെക്കൻഡുകൾ മാത്രമാണ് അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുക. എന്നാൽ ഈ ആയുധത്തിലൂടെ ചൈന 1 മിനിറ്റ് എന്ന വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. വാങ് ഗാങ് എന്ന ഗവേഷകന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. പ്രത്യേകതരം കൂളിംഗ് സംവിധാനങ്ങളും അലൂമിനിയം അലോയ്ക്കുകളും ഉപയോഗിച്ചാണ് ഇവർ ഇത് സാധ്യമാക്കിയത്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റാർലിങ്കിനെ തകർക്കുക എന്ന് നോക്കാം. സാധാരണ മിസൈലുകൾ സാറ്റലൈറ്റിൽ പോയിടിച്ച് പൊട്ടിത്തെറിക്കുകയാണ് പതിവ്. എന്നാൽ ഇതങ്ങനെയല്ല. ഇതൊരു സോഫ്റ്റ് കില്ലറാണ്. ഭൂമിയിൽ നിന്നോ വിമാനത്തിൽ നിന്നോ ഇതിൽ നിന്ന് അതിശക്തമായ വൈദ്യുത കാന്തിക തരംഗങ്ങൾ സാറ്റലൈറ്റിന് നേരെ അയക്കും. ഈ തരംഗങ്ങൾ സാറ്റലൈറ്റിൽ തട്ടുമ്പോൾ അതിനുള്ളിലെ ഇലക്ട്രോണിക് ചിപ്പുകളിലും സർക്യൂട്ടുകളിലും വലിയ അളവിൽ വൈദ്യുതി പ്രവഹിക്കുകയും അവ അമിതമായി ചൂടായി കരിഞ്ഞു പോവുകയും ചെയ്യും. പുറമേ നോക്കിയാൽ സാറ്റലൈറ്റിന് ഒരു കുഴപ്പവും കാണില്ല, പക്ഷേ ഉള്ളിലെ സംവിധാനങ്ങളെല്ലാം നശിച്ചിട്ടുണ്ടാവും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ വലിപ്പമാണ്. വെറും 4 മീറ്റർ നീളവും 5 ടൺ ഭാരവും മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് വലിയ ട്രക്കിലോ കപ്പലിലോ എന്തിന് വിമാനങ്ങളിൽ വരെ ഇത് ഘടിപ്പിക്കാം. ഭാവിയിൽ ബഹിരാകാശത്ത് സ്വന്തം സാറ്റലൈറ്റുകളിൽ പോലും ഇത് വെക്കാൻ പറ്റുമെന്ന് ചൈനീസ് ഗവേഷകർ പറയുന്നു. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിതുണ്ടാക്കിയത് എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാകും. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ്. ആധുനിക യുദ്ധങ്ങളിൽ, ഉദാഹരണത്തിന് റഷ്യൻ ഉക്രൈൻ യുദ്ധങ്ങളിലൊക്കെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ നൽകുന്ന ആശയവിനിമയ സഹായം വളരെ വലുതാണ്. ഇത് തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ചൈന വിശ്വസിക്കുന്നത്. ഒരു സാറ്റലൈറ്റിനെ തകർക്കാൻ വെറും 1 ജിഗാവാട്ട് പവർ മതി. എന്നാൽ ഒട്ടും കുറയ്ക്കണ്ട എന്ന് കരുതിയാണ് ചൈന 20 ജിഗാവാട്ടിന്റെ ആയുധവുമായി വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർ കില്ലർ എന്ന വിളിപ്പേര് ഇതിന് കൃത്യമായി യോജിക്കുന്നുണ്ട്. ബഹിരാകാശ യുദ്ധം എന്നത് ഇനി വെറും സയൻസ് ഫിക്ഷൻ കഥയല്ല, യാഥാർത്ഥ്യമാവുകയാണെന്ന് ചുരുക്കം.